ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ പ്ലാവിൽ പ്രാവശ്യം നിറയെ ചക്കകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല വരിക്ക ചക്കയാണ്. അപ്പോൾ ഇത് പഴുത്താൽ നല്ല മധുരമുള്ള നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് പറിച്ചിട്ട് ഇന്ന് ഒരു വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. അപ്പം നമുക്ക് ഒരു ചക്ക ചെറിയ കണ്ടൽ പറിച്ചിട്ട് നമുക്കിന്നൊരു വറവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ചെറിയൊരു കണ്ടൽ പറിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ചക്ക കണ്ടൽ എന്നാട്ടോ പറയാറ്, ഇതുപോലെ ചെറിയ ചക്കയ്ക്ക്. അപ്പം ഞാനിതാ ഇത് പറിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ തറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് മുറിച്ചെടുത്തിട്ടില്ല, കുറച്ച് തറച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചക്ക നനഞ്ഞിരിക്കാൻ പാകത്തിന് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മുടെ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ മതി കേട്ടോ, ഒറ്റ വിസിൽ മതിയേ. അപ്പോൾ ഇത് ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു തവി വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ ഇത് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ട വറവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കടുക് ഇട്ടിട്ടുണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ കറിവേപ്പില നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ച് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നായിട്ട് വരണം കേട്ടോ. ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പം നമുക്കതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് ആവേണ്ടത്. നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച് ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്ക ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ വീട്ടിൽ ചക്ക വറവൊക്കെ ഉണ്ടാക്കാറുള്ളത്? അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ്. ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതാ ഞാൻ അല്പം തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിക്ക് തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ ആ തേങ്ങയിലോട്ട് ഒന്ന് ചൂട് കയറിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ വറവ് റെഡിയാവും. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഇത് ചൂട് കയറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ചക്ക വറവാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു വറവ് മാത്രം മതി നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചക്ക വറവ് ഇതുപോലെയാണ് ഉണ്ടാക്കാറുള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല അടിപൊളി ചക്കയാണ് നമ്മുടെ ഇവിടെ വീട്ടിലുള്ളത്. നല്ല അടിപൊളി വരിക്ക ചക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വേഗം വരാം കേട്ടോ. അതുവരേക്കും ബൈ.